എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാർട്ടിലേക്ക് സ്വാഗതം. ചോദ്യ നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒക്ടോബർ 2024 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആയ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം. ചോദ്യ നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒക്ടോബർ 2024 എങ്ങനെയാണ് എന്ന് നോക്കാം. Three of Pentacles, Nine of Pentacles, Nine of Cups, Page of Pentacles, Three of Cups, Knight of Cups. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു മാസമാണ്. എല്ലാ അർത്ഥത്തിലും സന്തോഷം, ഒത്തിരി ശുഭവാർത്തകൾ കേൾക്കുന്ന സമയമാണ്. സന്തോഷം കൊണ്ട് തുളിച്ചാടുന്ന ഒരു സമയം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതുപോലുള്ളൊരു ഒത്തിരി സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു മാസം ആണ് ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ന് തന്നെ പറയാം. സാമ്പത്തികമായിട്ട് ഒരു കുറച്ച് ക്ഷീണിച്ച് നിൽക്കുന്ന സമയമാണ്. സാമ്പത്തിക ക്ഷീണം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിലൊക്കെ മാറ്റം വരുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് ഉയരത്തിലേക്ക് പോകുന്നുണ്ട്. അതിൽ നിന്നൊരു ഉയർച്ച നിങ്ങൾക്കുണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകും. കാരണം സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ മാറിക്കിട്ടുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ച് പറയാൻ, നിങ്ങൾക്ക് കടമൊക്കെ ഉള്ളവരാണെങ്കിൽ കടമൊക്കെ വീട്ടിൽ തീർക്കുന്ന, അതായത് അവസാനത്തെ കടു അടച്ചു തീർക്കുന്ന, അവസാനത്തെ ലോണിന്റെ പൈസ അടച്ചു തീർത്തു എന്നുള്ളതിന്റെ ഒരു സന്തോഷം ഉണ്ടാകുന്നു എന്ന് പറയാം. അല്ലെങ്കിൽ ചില ആളുകൾ കടം എന്തെങ്കിലുമൊക്കെ വിൽക്കാൻ, ഇപ്പോൾ വീടും സ്ഥലമൊക്കെ വിൽക്കാൻ നോക്കുന്നുണ്ട് കടം തീർക്കാനായിട്ടെങ്കിൽ കാര്യങ്ങളൊക്കെ വിറ്റുപോയിട്ട് നിങ്ങളുടെ കടമൊക്കെ ഒരു പരിധിവരെ നിങ്ങൾ തീർക്കുന്നു. അപ്പൊ അതുകൊണ്ടൊരു ഒത്തിരി മനസ്സമാധാനം ലഭിക്കുന്ന ഒരു മാസം എന്ന് തന്നെ പറയാം. മാനസികമായിട്ട് സാമ്പത്തിക പ്രതിസന്ധികൾ അകന്നു പോകുന്നതിന്റെ ഒരു സംതൃപ്തി മനസ്സിലുണ്ടാകുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ബന്ധങ്ങളില് വിള്ളൽ വന്നിട്ടുള്ളവര്, അല്ലെങ്കിൽ ബന്ധങ്ങളിലെ പ്രതിസന്ധികളാണ്, ബന്ധങ്ങളിൽ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളുള്ളവരാണ് എങ്കിൽ അതൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. കാരണം ചില കുടുംബത്തില് വഴക്കുകളൊക്കെ നടന്നിട്ടുള്ള എല്ലാവരും ഒന്ന് തിരിച്ച് ഒരുമിച്ച് ചേരുന്ന, ഒന്നുകൂടുന്ന, ഒന്നാകുന്ന ഒരു സാഹചര്യം ബന്ധങ്ങളിൽ വരുന്നുണ്ട്. ജോലി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ ജോലിയിൽ കൂടുതലായിട്ടും ഒറ്റയ്ക്ക് നിന്ന് ഇൻഡിവിജ്വൽ സക്സസിനേക്കാൾ കൂടുതൽ ഒരു ടീം വർക്കാണ്. അതായത് ഒരുമിച്ച് ചേർന്ന് ജോലി ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ കൂടുതൽ വിജയസാധ്യത കാണിക്കുന്നത്. അപ്പോൾ ഒരു ടീം വർക്ക്, ഒരുമിച്ച് ചേർന്ന് കൂടി നിന്നിട്ട് വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ അത് ഒന്ന്. ലൈഫില് പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ എങ്ങനെയാണ് മുന്നോട്ടേക്ക് ജീവിതം എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തിൽ ഇനി എന്ത് മാറ്റാണ് വരുന്നത്. പല കാര്യങ്ങളും, ചില കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു മാസമാണ്. അപ്പോൾ അത് അവസാനിച്ചു, ഇനി എങ്ങോട്ടേക്ക്, ഇനി എന്ത് എന്നുള്ള ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഒരു സമയമാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ചില ആളുകൾക്ക് വീട് വിൽക്കുന്ന സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഇനി എന്ത് എന്നുള്ളൊരു തീരുമാനം പലരിലും എന്ത് എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പോകുന്ന സമയമാണ്. ഇവിടെ പറയാനുള്ള, പെട്ടെന്ന് ചിലപ്പോൾ കയ്യിൽ കുറച്ച് പൈസ വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചില ആളുകൾ കടം വീട്ടി കഴിഞ്ഞ് ബാക്കി പൈസ കുറച്ച് വരുന്നുണ്ടാവാം. കയ്യിൽ കുറച്ച് പൈസ എവിടെന്നെങ്കിലും ഒക്കെ വരുന്നവരും ഉണ്ടാവും. ഈ ഒരു കടവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടല്ലാതെയും കയ്യിലേക്ക് പൈസ എത്തുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ കയ്യിലേക്ക് പൈസ എത്തുമ്പോൾ അത് ഉടനെ തന്നെ അത് ചെലവാക്കാനോ ഇത് മേടിക്കാതെ ഒരു 2 മാസത്തേക്ക് ആ പൈസ കയ്യിൽ തന്നെ വയ്ക്കുക. കയ്യിൽ മീൻസ് ബാങ്കിൽ ഇടുക. പക്ഷെ അത് ഒന്നിനും ഉപയോഗിക്കുക. കാരണം പെട്ടെന്ന് കയ്യിൽ പൈസ ഉണ്ടാവും, പെട്ടെന്ന് അത് ഉപയോഗിച്ച് തീർക്കാൻ തോന്നും. കുറച്ച് നാളത്തേക്ക് അത് മാറ്റി വെച്ചാൽ പതുക്കെ അപ്പോഴാണ് ഇരുത്തി ചിന്തിക്കാൻ തുടങ്ങുക. അതിനുശേഷമാണ് എന്ത്, എവിടെ, എങ്ങനെ എന്നുള്ളത് ചിന്തിച്ചു തുടങ്ങേണ്ടത്. കാരണം ഈ ഒരു മാസം ധനം കയ്യിൽ വരുന്നുണ്ട്. ഇപ്പൊ ധനം കയ്യിലേക്ക് വരുന്നു എന്നുള്ളത് മാത്രം കൊണ്ട് കാര്യമില്ല, അത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കയ്യിലേക്ക് ധനം എത്തുമ്പോൾ അത് സൂക്ഷിച്ച് ചെലവാക്കുക എന്നുള്ളത് കൂടിയിട്ടാണ്. കാരണം ഇവിടെ ഒരേപോലെ തന്നെ വരവ് കാണിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ശ്രദ്ധയില്ലായ്മ, ഇറസ്പോൺസിബിലിറ്റി ഒക്കെ കാണിക്കുന്നുണ്ട്, ധൂർത്തുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉള്ളത് കൊണ്ട് നിങ്ങൾ ആദ്യമേ അത് മനസ്സിലാക്കുക. നമ്മളെപ്പോഴും ഒരു റീഡിംഗ് എന്ന് പറയുന്നത് നമുക്കൊരു ഗൈഡൻസ് ആണ്. ഇങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ട്, അപ്പൊ നിങ്ങൾ ആ ഭാഗമാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പൊ ഇത് കേട്ടിട്ടും നിങ്ങളത് ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് എങ്കിൽ അത്
ഓരോരുത്തരുടെ സാഹചര്യമാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സമ്പത്ത്, ധനം നല്ല രീതിയിൽ ഉപയോഗിക്കുക. അതായത് നമ്മൾ ധനം ലക്ഷ്മി ദേവിയാണ്. ലക്ഷ്മിയെ നമ്മൾ എന്താ പറയുക, അനാവശ്യമായിട്ട് ചെലവാക്കുന്നത് നിന്ദിക്കുന്നതിന് തുല്യമാണ് ധനത്തെ. അത് നിന്ദിക്കും തോറും നമ്മളിലേക്കുള്ള അകലം കൂടുകയാണ് ചെയ്യുന്നത്. വരവ് കുറയാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് ഉപയോഗിക്കുക. ഓക്കെ, 9 ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ ഭാഗ്യമുള്ള സമയമാണ് ഇവിടെ. ഭാഗ്യം എന്ന് പറയുമ്പോൾ ദൈവാനുഗ്രഹം, അതോടൊപ്പം ധനഭാഗ്യമാണ്, ധനലാഭമാണ് കൂടുതലായിട്ട് കാണിക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്. ഇപ്പോൾ പലതും പറയുകയാണെങ്കിൽ ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് എന്തെങ്കിലും അപ്ലൈ ചെയ്യാണ്, ഇപ്പോൾ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ, എന്നൊക്കെ ഭാഗ്യമുള്ള സമയമായതുകൊണ്ട് തന്നെ ജോലി ലഭിക്കാനും, ഇപ്പോൾ ഇന്റർവ്യൂവിനൊക്കെ വരികയാണെങ്കിൽ ഇന്റർവ്യൂവിന് പാസ്സാവാനൊക്കെ സാധ്യത കൂടുതലാണ്. ഇപ്പോൾ റിട്ടേൺ ടെസ്റ്റ് ഒക്കെ എഴുതുകയാണെങ്കിലും ഒക്കെ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, ടെസ്റ്റ് എടുത്തിട്ടുണ്ട്, ഒരിക്കലും നിങ്ങൾ പാസ്സായിട്ടില്ല എങ്കിൽ ഇപ്പോൾ നല്ല സമയമാണ് റീടെസ്റ്റ് എടുക്കാൻ പറ്റിയത്. അപ്പോൾ ഒരിക്കൽ കൂടി ഇപ്പോൾ ശ്രമിച്ചാൽ സാധ്യതകൾ ഏറി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾ ഒത്തിരി ശ്രമിച്ചിട്ട് നടക്കാതെ പോയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വീണ്ടും ശ്രമിച്ചാൽ നടന്നേക്കാം. അതുപോലെയുള്ളൊരു ഭാഗ്യമാണ്. കൂടുതലായിട്ടും പറയുകയാണെങ്കിൽ ധനമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ധനലാഭം, സമ്പത്ത് കയ്യിലേക്ക് വരാൻ അത്രയും ഭാഗ്യമുള്ള സമയമാണ്. അപ്പോൾ ലോട്ടറി പോലുള്ള കാര്യങ്ങൾ എടുക്കണമെങ്കിൽ എടുക്കാം. എന്ന് വെച്ചിട്ട് ഒത്തിരി എടുക്കേണ്ട ആവശ്യമില്ല. ഒരു ലോട്ടറി എടുക്കുക, അത് നിങ്ങൾക്കുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് അടിക്കാനും ചെയ്യും. അപ്പൊ അത് മനസ്സിലാക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ലൈഫിൽ ചില കാര്യങ്ങൾ, നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടേതായിട്ടുള്ള തീരുമാനങ്ങളാണ്. അപ്പോൾ പലതും മറ്റുള്ളവർ പറയുന്നത് കേട്ട് കണ്ണടച്ച് വിശ്വസിച്ച്, ഇപ്പൊ പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെന്റിൽ കണ്ണടച്ച് വിശ്വസിച്ചിട്ട് പോവാതിരിക്കുക. ആരെങ്കിലും എത്ര നല്ലതാണ് എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണം ഉണ്ടായിരിക്കണം എന്നുള്ളത് എടുത്ത് പറയുന്നു. അപ്പോൾ ആ ഭാഗം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വിദ്യാഭ്യാസ കാലഘട്ടം ഉഴപ്പാതിരിക്കാൻ ശ്രദ്ധിക്കുക. മറ്റ് പല തരത്തിലുള്ള ഇപ്പൊ പ്രണയം, ചിലപ്പോൾ ചില ആളുകൾക്ക് പ്രണയമായിരിക്കും, അല്ലെങ്കിൽ മറ്റ് സൗഹൃദങ്ങൾ, പുതിയ പുതിയ സൗഹൃദങ്ങൾ, അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ സൗഹൃദങ്ങളിലൂടെ നിങ്ങൾ മനസ്സിലാക്കുകയും നേടുകയൊക്കെ ചെയ്യാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും മറ്റും ചെയ്യുമ്പോൾ എന്താണത്, എങ്ങനെയാണ് എന്നുള്ളത്, ഈ സൗഹൃദങ്ങളിൽ നിങ്ങൾക്ക് എന്താണത്, ആ സൗഹൃദങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നേടിത്തരുന്നത് എന്നുള്ളത് നോക്കുക. അതിൽ നിങ്ങൾ ആ സൗഹൃദങ്ങളിലൂടെ നിങ്ങളിലേക്ക് എത്തുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലതാണോ, അത് നിങ്ങളെ പഠിത്തത്തിൽ നിന്ന് മാറ്റുകയാണോ ചെയ്യുന്നതൊക്കെ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. സൗഹൃദങ്ങൾ നല്ലതാണ്, പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനും പഠിക്കാനും ബന്ധങ്ങൾ നിലനിർത്താനും ഒക്കെ നല്ലത് തന്നെ. പക്ഷെ നമ്മൾക്ക് പറ്റുന്ന കാര്യങ്ങൾ, നമ്മുടെ രീതിക്ക് പറ്റുന്നത് എന്നൊക്കെ ഉള്ളത് ചിന്തിച്ച് മനസ്സിലാക്കുക. വിദ്യാഭ്യാസത്തെ തടസ്സപ്പെടുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇവിടെ 3 ഓഫ് കപ്സ് എനർജിയാണ്. നല്ല സൗഹൃദം, ആഘോഷം ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ സുഹൃത്ത് ബന്ധങ്ങളും സൗഹൃദങ്ങളും നിങ്ങളെ അനാവശ്യമായിട്ടുള്ള തെറ്റായ വഴിയിലേക്ക് നയിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം. കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചില ആളുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ക്ലാസ് ഒക്കെ കട്ട് ചെയ്യുക, അത് ഓരോ പ്രായത്തിൽ ഓരോരുത്തർ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതില് ഒരു ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോവുക, അതൊരു നുണ പറയുന്നതാണ് അവിടെ. എന്നിരുന്നാലും അതൊരു നിങ്ങളെ ഭാവിയിലേക്ക് വലിയ രീതിയിൽ ബാധിക്കുന്ന കാര്യമൊന്നുമല്ല. അത് അപ്പോഴത്തേക്ക് കഴിഞ്ഞു, അതവിടെ തീർത്തു. പക്ഷെ അതല്ല, നിങ്ങൾ സുഹൃത്തുക്കളോടൊപ്പം മറ്റ് ലഹരി ഉപയോഗിക്കാനും മറ്റും പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ഭാവി തന്നെ തകർക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എവിടെയാണ്, എന്താണ് തെറ്റാണെങ്കിൽ കൂടിയും കൊച്ചു കൊച്ചു തെറ്റുകൾ നിങ്ങളെ അങ്ങനെ വലിയ രീതിയിൽ ബാധിക്കാത്തതാണോ എന്നുള്ളത് നോക്കി കാര്യങ്ങൾ ചെയ്യാം. ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ. പക്ഷെ നിങ്ങളെ ഭാവിയിൽ ബാധിക്കുമോ എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് നിങ്ങളാണ്. ജീവിതം ഒരു ആഘോഷമാക്കി മാറ്റുക എന്ന് പറയും. പക്ഷെ അതായത് എന്നും ഒരു ആഘോഷമാക്കി കഴിയാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഓക്കെ, നൈറ്റ് ഓഫ് കപ്സ് എനർജിയാണ്. അതുപോലെ പ്രണയം, പഠിത്ത സമയത്തെ പ്രണയം കൊണ്ടിട്ട് പഠിത്തം ഉഴപ്പി പോവാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ഇവിടെ ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ പ്രണയത്തിലാകുന്നുണ്ട്. അപ്പൊ പ്രണയം മാത്രമാണ് മുമ്പിൽ. പ്രണയം കൊണ്ട് ജീവിക്കാം, അല്ലെങ്കിൽ പല ഉദാഹരണങ്ങളോ കാര്യങ്ങളൊക്കെ പല സിനിമകളിലോ പലയിടങ്ങളിലോ ഒക്കെ ആളുകൾ പറഞ്ഞിട്ടുണ്ടാവും. ഭാഗ്യം കൊണ്ട് അവരുടെ ജീവിതം നല്ല രീതിയിൽ പോയിട്ടും ഉണ്ടാവാം. പക്ഷെ അതിനർത്ഥം നിങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടം ഒഴിവാക്കുക എന്നുള്ളതല്ല. വിദ്യാഭ്യാസം വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്, അത് മനസ്സിലാക്കുക. ഇവിടെ പ്രണയം നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ആളുകളുമുണ്ട്. അതായത് പ്രണയത്തിലാകുമ്പോഴും അവരുടെ വിദ്യാഭ്യാസം കളയാതെ മുന്നോട്ടേക്ക് പോകുന്നവരും.
പക്ഷെ സാധ്യതകൾ പറഞ്ഞുവെന്ന് മാത്രം പ്രണയത്തിലായിട്ട് വിദ്യാഭ്യാസം നശിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.